യോന്തപ്രവിശ്യമോവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്തഖിലശക്തിസരസ്വതാംന അന്യാംസ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ്, സുഖം വേണം, ദുഃഖം വരരുത്. അതിനു വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മം നമുക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ വിലീയതേ എന്നാണ് പറയുന്നത്. കർമ്മവാസന ഉള്ളതുകൊണ്ടാണ് ജന്മമെടുക്കുന്നത് തന്നെ. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ സുഖമാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും പലപ്പോഴും പ്രതീക്ഷിക്കുന്ന സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം വന്നുകൊണ്ടേയിരിക്കുന്നു. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാ അന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദന്ന. ശ്രീമദ് ഭാഗവതത്തിൽ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സത്യാന്വേഷണത്തിൻ്റെ ആരംഭം. കർമാണി ആരഭമാണാനാം ദുഃഖഹത്യൈ സുഖായ ച പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം എന്നാണ് ഭാഗവതത്തിൽ തന്നെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു. കർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്നത് ദുഃഖത്തെ നശിപ്പിക്കാനും ദുഃഖത്തെ ഒഴിവാക്കാനും സുഖം നേടാനും വേണ്ടിയിട്ടാണ്. ദുഃഖം ആരും ആഗ്രഹിക്കാറില്ലല്ലോ. പക്ഷേ സുഖം പ്രതീക്ഷിക്കുന്ന പോലെ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതലായിട്ടും ദുഃഖം തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് കർമ്മമണ്ഡലത്തിൽ വർത്തിക്കുന്നവർക്ക് ഉള്ള അനുഭവം. അപ്പോൾ വിതുര മഹാശയൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മൈത്രേയ മഹർഷി പറയുന്നു, ഈ സുഖവും ദുഃഖവും രണ്ടും വിഷയങ്ങളെ ആശ്രയിച്ചാണ്, ബാഹ്യവിഷയങ്ങളെ ആശ്രയിച്ചാണ്. ബാഹ്യവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, സുഖഭോഗ വസ്തുക്കൾ, ആശയങ്ങൾ, ഇവയൊക്കെയാണ്. വിഷയാണാം അനുകൂലേ സുഖം ദുഃഖം വിപര്യേ. വിഷയങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ, വ്യക്തിയാകട്ടെ സുഖഭോഗ വസ്തുക്കളാകട്ടെ നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ സുഖം എന്ന് പറയും, പ്രതികൂലമായിട്ട് വരുമ്പോൾ ദുഃഖം എന്ന് പറയും. ഇത് രണ്ടും ശാശ്വതമല്ല, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നേടാനും വേണ്ടിയിട്ടുള്ള ജീവിതചര്യ, അതാണല്ലോ മൈത്രേയനോട് വിതുരരുടെ ചോദ്യം. മൈത്രേയ മഹർഷി പറഞ്ഞു, അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം, അവനവനെ അറിയുക എന്ന അവസ്ഥ. അവനവനെ അറിഞ്ഞാൽ മാത്രമേ ഈ സത്യം, ദുഃഖത്തിനും സുഖത്തിനും അതീതമായ ആ പരമസത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ സൂതപൗരാണികൻ ശൗനകാദി ഋഷിമാരോട് പറയുന്ന ഭാഗത്ത് ആദ്യം സവൈ ധർമ്മം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹയുതികി അപ്രതിഗത ഏയാത്മാ സംപ്രസീദതി. മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്നത് അധോക്ഷജനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്ന തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കർമ്മം അഥവാ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് പ്രേരകമായ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നത് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയല്ല. മനുഷ്യൻ കർമ്മം ചെയ്ത് വിഷയവാസനകൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ അന്ധഃകരണത്തിൽ തത്വജിജ്ഞാസ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും അതനുസരിച്ച് കർമ്മം ചെയ്യുന്നതും. ഇതറിയാത്തിടത്തോളം കാലം
ദുഃഖം വരുമ്പോൾ അതിൻ്റെ വ്യാകുലത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സൂതപൗരാണികൻ പറയുന്നു, കാമസ്യ ന ഇന്ദ്രിയപ്രീതിർ ലാഭോ ജീവേത യാവത ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യച്ഛേക കർമ്മഭി. ജീവന്, ഓരോ ജീവാത്മാക്കൾക്കും, നമുക്ക് ഓരോരുത്തർക്കും തത്വജിജ്ഞാസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ കർമ്മം ചെയ്യാനുള്ള പ്രേരണയാണ് ഉള്ളിലുണ്ടാകുന്ന കാമനകൾ, വാസനകൾ. അപ്പോൾ തത്വജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാര്യം. തത്വജിജ്ഞാസ ഉണരുന്നത് തന്നെ ഭഗവാന്റെ കൃപ നമ്മിലേക്ക് വരുമ്പോൾ മാത്രമാണ്. തത്വജിജ്ഞാസ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നും അവിടെ വിശദീകരിക്കുന്നു. വദന്തി തത്വമിതം തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിതി ശബ്ദ്യതേ. ആ തത്വത്തിൻ്റെ സ്വരൂപം എന്താണ്? അത് ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിതി ശബ്ദ്യത എന്നാണ്. ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്ന് 3 ശബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഏകവും അദ്വയവുമായ ആ ജ്ഞാനമാണ് മനുഷ്യൻ നേടേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ആ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്, തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ദുഃഖം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ശരിയായ തത്വം അറിയണമെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സത്സംഗമാണ്, സജ്ജനസംഘമാണ്. സജ്ജനസംഘം കൊണ്ട് മാത്രമേ, മഹാത്മാക്കളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് മാത്രമേ, സംഘം കൊണ്ട് മാത്രമേ ശരിയായ തത്വജ്ഞാനം ഉദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ഇതിലൊന്നും ജിജ്ഞാസയില്ലാതെ, തത്വജിജ്ഞാസയില്ലാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണമശനം പുണരേണമെന്ന വണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം. അതാണ് സാധാരണ എല്ലാവരുടെയും ജീവിത രീതി. ഉണരുക, പിന്നെ ഉറങ്ങുക. ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഭുജിച്ചീടണമശനം, പുണരേണം, മറ്റ് ശരീര സുഖങ്ങളെ അനുഭവിക്കുക. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾക്കനുസരിച്ച്, മനസ്സാണ് വികല്പങ്ങളെ ഉണ്ടാക്കുന്നത്, സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്നത്. സങ്കല്പ വികല്പങ്ങൾക്കനുസരിച്ച് ഓരോ കർമ്മം ചെയ്യുക, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക. ആ കർമ്മം ചെയ്യുമ്പോൾ ദുഃഖം ഫലമായിട്ട് വന്നാൽ വാസന ആർജിക്കുന്നു. ആ വാസനയ്ക്കനുസരിച്ച് വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അങ്ങനെ ആ മനുഷ്യജീവിതത്തെ വെറുതെ പാഴാക്കി കളയുന്നു എന്നാണ് ആചാര്യമതം. അതിൽ നിന്ന് രക്ഷ നേടാനും ജീവിത ലക്ഷ്യത്തെ എന്താണെന്നറിഞ്ഞത് പ്രാപിക്കാനുള്ള പരിശ്രമം ചെയ്യാനും സത്സംഗമാണ് വേണ്ടത്. എന്നാൽ ഇതിൽ സത്സംഗമോ അത്രയ്ക്ക് സർവ്വസാധാരണമായിട്ട് ലഭിക്കുന്നതല്ല. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാൻ ക്ഷണഭങ്കുര തത്രാവി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം സംസാരേത്മൻ ക്ഷണാർത്ഥോവി സത്സംഗ ശേവധൃണാം. ഈ സംസാര ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ ജനിക്കുക, കർമ്മം ചെയ്യുക, സുഖഭോഗങ്ങൾ അനുഭവിക്കുക, പിന്നെ ഉറങ്ങുക, അങ്ങനെ ജീവിതം കഴിച്ച് മരിക്കുക, വീണ്ടും വാസനകൾക്കനുസരിച്ച് ജനിക്കുക, കർമ്മം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു പ്രവാഹത്തിൽ ആവർത്തനം, അതാണ് സംസാരം. സമ്യക് സരതി എന്നാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള സംസാര ജീവിതത്തിൽ സംസാരേ അസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗ ശേവധൃണാം. സത്സംഗം വലുതായ നിധിയാണെന്നാണ്. ശേവധി എന്ന് പറഞ്ഞാൽ നിധി. മനുഷ്യന് ഒരു സത്സംഗം ലഭിക്കുക എന്നുള്ളത് ഒരു നിധി ലഭിക്കുന്നത് പോലെയാണ്.
ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹമദ അന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകമുദിക്കുന്നു എന്നാണ്. സത്സംഗം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച അവനവനെ അറിയാത്തതായിട്ടുള്ള ആ അജ്ഞാനം കൊണ്ട് ഉണ്ടായതായിട്ടുള്ള മോഹം എന്ന് പറഞ്ഞാൽ നശ്വരമായ വസ്തുക്കളെ സത്യമെന്ന് കരുതുന്നതാണ് മോഹം. തെറ്റിദ്ധാരണ എന്ന് പറയും. നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്നുള്ള ധാരണയോടുകൂടിയാണ് കർമ്മമണ്ഡലത്തിൽ വർത്തിക്കുന്നതെങ്കിൽ അവൻ മോഹിതനാണ്. അങ്ങനെയുണ്ടായ അജ്ഞാനത്തിൽ നിന്നുണ്ടായ സ്വസ്വരൂപത്തെ അറിയാത്തതായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായ മോഹം, അതിനാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള മോഹകൃത അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് നാശമുണ്ടായിക്കഴിയുമ്പോൾ, ആ മോഹം നശിക്കുമ്പോൾ വിവേകമുദിക്കുന്നു എന്നാണ്. മനുഷ്യന് വിവേകമുദിക്കുകയാണ് വേണ്ടത്. അതാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, ഈ വിവേകമാണ്. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭങ്കുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. ഒരു മനുഷ്യ ശരീരം ലഭിക്കുക എന്നുള്ളത് വളരെ ദുർലഭമാണ് എന്നാണ്. എന്താണ് ദുർലഭം എന്ന് പറയാൻ കാരണം? ഈ ലോകത്ത് അനേകം ജീവജാലങ്ങൾ, 84 ലക്ഷം വിവിധ വിഭാഗങ്ങളെ ജീവജാലങ്ങൾ ഉള്ളതിലൊന്നു മാത്രമാണ് മനുഷ്യൻ. ജീവജാലങ്ങളെ ഭാഗവതത്തിൽ പറയുന്നത് ശാസ്ത്രമനുസരിച്ചും ജരായുജം, അണ്ഡജം, ഉൽപ്പിജം, സ്വേദജം എന്ന 4 വിഭാഗമായിട്ടാണ് ഈ ലോകത്തുള്ള ജീവജാലങ്ങളെല്ലാം. ജരായുജം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ സന്താനത്തെ വഹിച്ച് പ്രസവിച്ച് വളർത്തുന്ന വിഭാഗത്തിലുള്ള 21 ലക്ഷം വിവിധ വിഭാഗങ്ങളുണ്ടെന്നാണ്. 21 ലക്ഷം എന്നുള്ള സംഖ്യയല്ല, സ്പീഷീസ്. അതായത് മനുഷ്യൻ, നാൽക്കാലി മൃഗങ്ങൾ മുതലായവ. പിന്നെ അണ്ഡജം, മുട്ടയിട്ട് സന്താനങ്ങളെ വളർത്തുന്ന പക്ഷികൾ, ചില ഇഴജന്തുക്കൾ, ഇങ്ങനെയൊക്കെ. അതും 21 ലക്ഷം ഉണ്ടെന്നാണ്. പിന്നെ ഉൽപ്പിജം, ഭൂമി തുളച്ച് മുകളിലേക്ക് വരുന്ന വൃക്ഷങ്ങൾ, ചെടികൾ, ലതകൾ, പുല്ലുകൾ, ഇവയും 21 ലക്ഷം ഉണ്ടെന്നാണ്. 21 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നാണ്. പിന്നെ സ്വേദജം, അഴുക്കിലുണ്ടാകുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതും കാണപ്പെടുന്നതുമായിട്ടുള്ള അനേകം കൃമികീടങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ, അതും 21 ലക്ഷം വിഭാഗങ്ങളുണ്ടെന്നാണ്. ഇങ്ങനെ 84 ലക്ഷം വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾ ഉള്ളതിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. അങ്ങനെയുള്ള ദുർലഭമായ മനുഷ്യജീവിതം ലഭിക്കുന്നത് തന്നെ ഭാഗ്യമാണെന്നാണ്. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനം ക്ഷണഭങ്കുര. അങ്ങനെ ഒരു മനുഷ്യ ശരീരം ലഭിച്ചാലോ അത് ക്ഷണഭങ്കുരമാണ്, ഏത് നിമിഷവും പതിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിശ്വാസേ നഹി വിശ്വാസ എന്നൊരാചാര്യൻ പറഞ്ഞു. നാം നിരന്തരമായിട്ട് ശ്വാസവായുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആ ജീവപ്രക്രിയയിൽ ഒരു പ്രാവശ്യം വെളിയിലേക്ക് ശ്വാസവായുവിനെ നിശ്വസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഉള്ളിലേക്ക് പ്രവേശിക്കും എന്നുള്ള കാര്യത്തിൽ പോലും വിശ്വാസമില്ല എന്നാണ്. അതിൽ പോലും നമുക്ക് നിശ്ചയമില്ല. അത്രയ്ക്ക് ക്ഷണികമാണ് മനുഷ്യജീവിതം. അങ്ങനെയുള്ള മനുഷ്യജീവിതത്തിൽ, ക്ഷണഭങ്കുരമായ മനുഷ്യജീവിതത്തിൽ സത്സംഗം ലഭിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ. അങ്ങനെ ലഭിക്കുന്ന സത്സംഗം കൊണ്ടാണ് വിവേകമുണ്ടാകുന്നത്. വിവേകമുദിച്ചാൽ നിത്യവസ്തുവായ സത്യം എന്താണെന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകും. അനിത്യവസ്തുക്കളോട് വിരാഗവും ഉണ്ടാകും. അതാണ്, വൈരാഗ്യവും ഉണ്ടാകണം. നിത്യവസ്തുവിന് വിശേഷേണ രാഗം, അനിത്യവസ്തുവിന് വിഗതാരാഗം. ഇതാണ് വിരാഗം. അപ്പോൾ ഈ വിരക്തി ഉണ്ടായാൽ മാത്രമേ, മൂല്യമില്ലായ്മ ബോധ്യപ്പെട്ടാൽ മാത്രമേ
അനിത്യ വസ്തുക്കളോടുള്ള ആസക്തി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അനിത്യ വസ്തുക്കളോടുള്ള ആസക്തി ഒഴിവാക്കണം. അതിന് സജ്ജന സംഘം വേണം. സജ്ജന സംഘത്തിലൂടെ മാത്രമേ ആ ബോധം ഉണ്ടാവുകയുള്ളൂ. കാരണം സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെക്കുറിച്ചും ആത്മതത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, മനനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് സദാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തിഹിൽ കർണരസായന കഥ തജ്ജോഷണാദാശു അപവർഗവർമ്മനി ശ്രദ്ധാരിതിർഭക്തിരനുക്രമിശ്വസി. കപിലോപദേശത്തിൽ കപില ഭഗവാൻ പറയുകയാണ്, ആ അമ്മയ്ക്ക് ഉപദേശിക്കുമ്പോൾ പറയുന്നു, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ട് സദാം പ്രസംഗാൻ മമ വീര്യസംവിദോ പ്രസംഗാത് എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള സംഘം കൊണ്ട് എൻ്റെ വീര്യവുമായിട്ടുള്ള സർവശക്തിത്വമായിട്ടുള്ള ആ തത്വത്തോടുള്ള സംഘം കൊണ്ട് ഭവന്തിഹിൽ കർണരസായന കഥാഹ കർണരസായനമാകുന്ന ഹൃദയത്തിനും കർണത്തിനും ഒരുപോലെ ആനന്ദത്തെ നൽകുന്നതായിട്ടുള്ള രസായനമാകുന്ന ഭഗവത് കഥകൾ തജ്ജോഷണാത് അതുമായിട്ടുള്ള ചേർച്ച കൊണ്ട് അപവർഗവർമ്മനി മോക്ഷമാർഗത്തിൽ, അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, ശ്രദ്ധാരതിർഭക്തിരനുക്രമിശ്വസി അതിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ഭഗവാന്റെ കർണരസായനമായ കഥകൾ കേട്ടാൽ അതിൽ ആനന്ദമുണ്ടാകുന്നു. ആനന്ദമുണ്ടാകുമ്പോൾ ഉള്ളിൽ ഭക്തി ഉദിക്കുന്നു. ഇതാണ് സജ്ജനസംഘത്തിൻ്റെ പ്രയോജനം. അപവർഗത്തിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞല്ലോ. അപവർഗം എന്നത് മോക്ഷം എന്നതിൻ്റെ വേറൊരു വാക്കാണ്. ഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിലും അത് പ്രയോഗിച്ച് കാണാം. വസുദേവർ തന്നെ ശ്രീകൃഷ്ണാവതാര സന്ദർഭത്തിൽ ശ്രീകൃഷ്ണനെ സ്തുതിക്കുമ്പോൾ പറയുന്നു, കഴിഞ്ഞ 2 ജന്മത്തിലും അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആ കഥ ഭഗവാൻ തന്നെ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എനിക്ക് അപവർഗം ചോദിക്കാൻ തോന്നിയില്ലല്ലോ എന്നാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചപ്പോൾ പുത്രൻ എന്നുള്ള മമതാബോധം കൊണ്ട് എനിക്ക് അപവർഗം ചോദിക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ്. അപ്പോൾ അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ്. അതിനൊരു ആചാര്യൻ പറയുന്ന വിശദീകരണം, പവർഗമില്ലാത്ത അവസ്ഥയാണ് അപവർഗം. പവർഗം എന്ന് പറഞ്ഞാൽ ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ പ, ഭ, ബ, ഭ, മ ഈ 5 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന അതിനെ ഒഴിവാക്കുന്നതാണ് മോക്ഷത്തിനുള്ള മാർഗം എന്നാണ്. പ എന്നാൽ പാപവാസന, നമ്മുടെ ഉള്ളിലുള്ള പാപവാസന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രൂരകൃത്യം ചെയ്യുന്നത് അല്ല. അവിടെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് വിഷയവാസനയാണ്. ജന്മനാ നമ്മളിലുള്ള വിഷയവാസന നമ്മളെ പതിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ പാപം എന്ന് പറയുന്നത്, പാതകം. അപ്പോൾ പ എന്ന ആ ഒരു പാപവാസനയെ ഒഴിവാക്കണം. പിന്നെ ഭ കർമ്മഫലത്തിലുള്ള ആസക്തി, അതും മോക്ഷത്തിന് തടസ്സമാണ്. കർമ്മഫലത്തിൽ ആസക്തി ഒഴിവാക്കണം. പിന്നെ ബ ബന്ധം, നമുക്ക് ലൗകികമായ പല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കണം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അതിന് ബന്ധനങ്ങളില്ലാത്ത അവസ്ഥ, ലൗകിക ബന്ധങ്ങൾക്കൊന്നും യാതൊരു മൂല്യവുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാകുന്നു. പിന്നെ ഭയം. ഭയം എന്നത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വസ്തുക്കളുമായിട്ടും ഇടപഴകുമ്പോഴും ഭയം ഉണ്ടാകുന്നു എന്നാണ്. ഭയത്തോടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ്. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നിർവാലാത് ഭയം, മാനേ ദൈന്യഭയം, ഗുണേ ഖലഭയം, രൂപേ ജരായ ഭയം, ശാസ്ത്രേവാദിഭയം, ബലേ രിപുഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തുഭയാന്വിതം ഭൂയി നൃണാം വൈരാഗ്യമേവാ ഭയം. അതായത് വൈരാഗ്യം, വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭയത്തെ ഒഴിവാക്കാനൊക്കുള്ളൂ. വൈരാഗ്യം മാത്രമാണ് അഭയം എന്നാണ്. ഏതൊക്കെയാണ് ഭയമുണ്ടാകുന്ന വസ്തുക്കൾ എന്നാണെങ്കിൽ
ഭോഗേ രോഗഭയം. എന്തെങ്കിലും വിഷയഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ, മധുരപലഹാരം കഴിക്കുന്നത്, പഞ്ചാരപ്പാൽ പായസം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ. പാൽപ്പായസം കുടിക്കുമ്പോൾ വളരെ രുചിയായിട്ട് കഴിക്കുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ട്, ഇതുകൊണ്ട് ബ്ലഡ് ഷുഗർ വർദ്ധിക്കുമോ, ഭയത്തോടു കൂടിയാണ് കുടിക്കുന്നത്. ഭോഗേ രോഗഭയം കുലേ ച്യുതിഭയം. ഉന്നതകുലത്തിൽ ജനിച്ച ആളിന് അതിൽ നിന്ന് ച്യുതി ഉണ്ടാകുമോ എന്നുള്ള ഭയം. രാജകുടുംബത്തിൽ ജനിച്ച ആളിന് ആ കുടുംബത്തിൽ ആരെങ്കിലും നീചജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടാൽ അത് കുലച്യുതിയാണ്. അങ്ങനെ കുലേ ച്യുതിഭയം വിത്തേ നൃപാലാഭയം. ധാരാളം സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ നൃപാലനെ ഭയമാണ്. ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം എന്നുള്ള ഭയം. വിത്തേ നൃപാലാഭയം മാനേ ദൈന്യഭയം. മാനമര്യാദയായിട്ട് ജീവിക്കുന്നവർക്ക് അതിന് ദൈന്യത ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഗുണേ കലഭയം. സൽഗുണസമ്പന്നന്മാരായിട്ടുള്ളവർക്ക് ദുഷ്ടന്മാരെ ഭയമാണ്. ദുഷ്ടന്മാരോട് എതിരിടാനുള്ള ആ ശാരീരിക ശേഷിയില്ലാത്തത് കൊണ്ട്. ഗുണേ കലഭയം രൂപേ ജരായ ഭയം. രൂപസൗന്ദര്യത്തിൽ അത്യന്തം ആസക്തിയുള്ളവർക്ക് ജരാനരകൾ ബാധിക്കുമ്പോൾ ഭയമാണ്. അത് നമുക്കൊക്കെ അനുഭവമുള്ളതാണല്ലോ. കണ്ണാടി നോക്കുമ്പോൾ ഒരു മുടി വെളുത്തതായിട്ട് കണ്ടാൽ ഉടനെ തന്നെ അതിനെ ഏതെങ്കിലും തരത്തിൽ മറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. രൂപേജരായ ഭയം ശാസ്ത്രേ വാദിഭയം. ശാസ്ത്രപാണ്ഡിത്യമുള്ളവർക്ക് വാദിക്കാൻ വരുന്നവരെ ഭയമാണെന്നാണ്. പണ്ട് സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിൽ, കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിലെ പട്ടത്താനം എന്നൊരു വിദ്യുൽ സദസ്സ് നടക്കുമായിരുന്നു. ആ വിദ്യുൽ സദസ്സിൽ വേദാന്ത തത്വങ്ങൾ, പുരാണപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആരാണോ അതിൽ വിജയിക്കുന്നത് അയാൾക്ക് പണക്കിഴി കൊടുക്കും രാജാവ്. അപ്പോൾ ഈ പണക്കിഴിക്ക് വേണ്ടിയിട്ട് അനേകം പണ്ഡിതന്മാരവിടെ കൂടും. അങ്ങനെയിരിക്കെ കേരളത്തിലുള്ള ബ്രാഹ്മണർ, പണ്ഡിതന്മാരായിട്ടുള്ളവർക്ക്, വേദാന്ത പണ്ഡിതന്മാരൊക്കെ ആ തർക്കത്തിൽ പങ്കെടുക്കും. ഒരിക്കൽ ഉദ്ദണ്ഡശാസ്ത്രികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹം വരുന്നത് തന്നെ പലായത്വം രേ രേ ദുഷ്കവി കുഞ്ചര ആയാതു വനസഞ്ചാരി ഉദ്ദണ്ഡ വേദാന്ത കേസരി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അല്ലയോ അല്പജ്ഞാനികളായിട്ടുള്ള കവികുഞ്ചരന്മാരെ, കുഞ്ചരൻ എന്ന് പറഞ്ഞാൽ ആനയാണ്, ഓടിക്കൊള്ളിൻ, ഓടി രക്ഷപ്പെട്ടുകൊള്ളിൻ എന്നാണ്. പലായത്വം രേ രേ ദുഷ്കവി കുഞ്ചര. വേദാന്ത വനസഞ്ചാരി, വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന സിംഹമാകുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഞാൻ വരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും പരാജയപ്പെടുത്തും എന്നുള്ള ഒരു ഡിക്ലറേഷനോട് കൂടിയാണ് അവർ വരുന്നത് തന്നെ. എല്ലാ തവണയും ഉദ്ദണ്ഡ ശാസ്ത്രികൾ പണക്കിഴി വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെയുള്ള ബ്രാഹ്മണരൊക്കെ അതിന് ദുഃഖിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്കശ്ശേരി ഭട്ടതിരി, മഹാപണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു. കാക്കശ്ശേരി ദിവ്യ ശക്തികളൊക്കെ ഉള്ള ആളായിരുന്നു എന്നാണ്. അങ്ങനെ കാക്കശ്ശേരി ഭട്ടതിരി ഒരിക്കൽ ആ സദസ്സിൽ വന്നു. ഉദ്ദണ്ഡ ശാസ്ത്രികളോട് നേരിട്ടു ഉദ്ദണ്ഡ ശാസ്ത്രികളെ പരാജയപ്പെടുത്തിയെന്നാണ്. പക്ഷെ ആദ്യം ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ കാക്കശ്ശേരിയെ കണ്ട ഉടനെ, കാക്കശ്ശേരി ഭട്ടതിരി പൊക്കം കുറവാണ്, കണ്ട ഉടനെ ഒന്ന് കളിയാക്കാനായിട്ട് പറഞ്ഞു, ആകാരോ ഹ്രസ്വ, കുള്ളനാണല്ലോ എന്നാണ് പറഞ്ഞത്. ആത്മധൈര്യം കെടുത്താൻ ഉദ്ദേശമാണ് പറഞ്ഞത്. പക്ഷേ ഭട്ടതിരി വളരെ ധൈര്യത്തോടു കൂടി മറുപടി പറഞ്ഞു, ആകാരോ ദീർഘസ്വരമാണ് ആകാരം എന്ന് പറഞ്ഞു എന്നാണ്. ഇത്രയ്ക്ക് മറുപടി ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ ശാസ്ത്രികൾ ഒന്ന് ഞെട്ടി. പിന്നീട് ശാസ്ത്രികൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സമർത്ഥമായിട്ട് ഉത്തരം പറഞ്ഞ് കാക്കശ്ശേരി പണക്കിഴി തട്ടിയെടുത്തു എന്നാണ്. ഈ തരത്തിൽ ശാസ്ത്രപാണ്ഡിത്യമുള്ളവർക്ക് വാദിക്കാൻ വരുന്നവരെ ഭയമാണ് എന്നാണ്. അതാണ് ശാസ്ത്രേ വാദിഭയം ബലേരിഭയം.
ബലശാലികളായിട്ടുള്ളവർക്ക് ശത്രുക്കളെ ഭയമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സൈന്യസമ്പത്തുള്ള രാജ്യമാണല്ലോ അമേരിക്ക. അമേരിക്കയിൽ ഒരു ഊശാന്താടി വെച്ച് ഒരു തലയെക്കെട്ടുമായിട്ട് ഒരാൾ വന്നാൽ ഭയമാണ്. ബിൻ ലാദൻ്റെ ആൾക്കാരാണോ എന്നുള്ള ഭയം. അതാണ് ബലേരിവ് ഭയം, കായേ കൃതാന്താത് ഭയം. ഈ ശരീരത്തിൽ ആസക്തിയുള്ളവർക്ക്, ശരീരത്തെ നന്നായിട്ട് മിനുക്കി ഒക്കെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളിന് എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ ശരീരം ഒരു ദിവസം ആ കൃതാന്തൻ വരുമ്പോൾ പതിക്കുമല്ലോ എന്നുള്ള ഭയമുണ്ടെന്നാണ്. ആ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. സർവേ വസ്തുഭയാന്വിതം ഭുവി നൃണം വൈരാഗ്യമേവാ അഭയം. ഭയമില്ലാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഒന്നുമായിട്ടും ആസക്തി ഇല്ലാതിരിക്കുക, വിരക്തി ഉണ്ടാകുക. ഇതിനൊന്നും മൂല്യമില്ല എന്ന് തിരിച്ചറിയണം. സമ്പത്തിനാണെങ്കിലും ശരീര സൗന്ദര്യത്തിനാണെങ്കിലും മറ്റ് വിഷയവസ്തുക്കൾക്കാണെങ്കിലും ഒന്നിന് ശാശ്വത മൂല്യമില്ല, അവയൊക്കെ നശ്വരങ്ങളാണ് എന്നറിഞ്ഞ് അവയോടുള്ള ആസക്തി പരിപൂർണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിച്ചാൽ, ആസക്തിയെ ഒഴിവാക്കാൻ സാധിച്ചാൽ പിന്നെ ഒന്നിനെപ്പറ്റിയും ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാം എന്നാണ്. അപ്പോൾ ആ ഭയമില്ലാത്ത അവസ്ഥയാണ് മോക്ഷമാർഗത്തിനുള്ള ഒരു മാർഗം, ഒരു പടി. അതാണ്. അപ്പോൾ ഈ ഒരു തത്വം അറിയണമെങ്കിൽ മഹൽ ജനങ്ങളുമായിട്ടുള്ള, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം വേണം എന്നർത്ഥം. സജ്ജനങ്ങളാണിത് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ സജ്ജനസംഘമില്ലാതെ ജീവിച്ചാൽ അവനവൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടങ്ങനെ ജീവിതം കഴിക്കും. ഉണരണം ഇന്നി ഉറങ്ങണം ഭുജച്ചീടണമചനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികൽപ്പരൂപം. ഉണരണം, ഉറങ്ങണം, അതിന് രണ്ടിനുമിടയ്ക്ക് ഭക്ഷണം കഴിക്കണം, വിഷയസുഖങ്ങൾ അനുഭവിക്കണം. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ നിർവികൽപ്പമായ ആ പരമസത്വത്തെ അറിയാനായിട്ട് ശ്രമിക്കുക, അറിയാനായിട്ട് സാധിക്കുക എന്നാണ് നാരായണ ഗുരു തൻ്റെ ആത്മോപദേശ ശതകത്തിൽ പറയുന്നതാണ്. അതിനെന്താണ് മാർഗമെന്നും പറയുന്നുണ്ട്. ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നേടണം അറിവായി താൻ അതിനയോഗ്യനെന്നാൽ പ്രണവമുറന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഈ ലൗകിക സുഖഭോഗങ്ങളിലേക്ക് ഉണരരുത്, അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കരുത് എന്നാണ്. ഉറങ്ങിടാതിരുന്നേടണം അറിവായി. ആ അറിവ്, ആ പരമമായ ജ്ഞാനത്തിൽ ആലസ്യമില്ലാതെ, അതിനെ മറന്നു പോകാതെ ഇരിക്കണം. അത് തനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രണവമുറന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച മഹാത്മാക്കൾ ആയിട്ടുള്ള ഗുരുക്കന്മാരെ ആശ്രയിക്കണം എന്നാണ്. അതാണ് അവിടെയുള്ള ഉപദേശം. അതാണ് ഇവിടെ സത്സംഗമെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഈ ഒരു തത്വത്തെ അറിയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. ആ തത്വം അറിയുന്നില്ലെങ്കിൽ ആ ജീവിതം വ്യർത്ഥമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതിന് മനസ്സാണ് എപ്പോഴും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. മനസ്സ് ചഞ്ചലമാണ്. മനസ്സിൻ്റെ രണ്ട് ദോഷങ്ങൾ ചാഞ്ചല്യവും മാലിന്യവുമാണ്. മനസ്സിനെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് രാഗദ്വേഷാദി കാമക്രോധ ലോഭമോഹ മത മത്സര്യ ഡംഭ അസൂയാദികളായിട്ടുള്ള ദോഷങ്ങളാണ്. അതാണ് മാലിന്യം. അതിനെ മാറ്റാൻ തത്വചിന്ത കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് വസ്തുവിനെക്കുറിച്ചാണോ നമുക്ക് കാമമുള്ളത്, ക്രോധമുള്ളത്, ഈ കാമവും ക്രോധവും രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണെന്നും അവയ്ക്കൊന്നും ശാശ്വതമായ നിലനിൽപ്പില്ല എന്നും ബോധ്യമാകണം. അതുപോലെ എല്ലാ ദോഷങ്ങളെയും മാറ്റണം. പിന്നെ ചാഞ്ചല്യം, മനസ്സെപ്പോഴും ഒന്നുമാറി വിഷയങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സ് ഒരു ഈച്ചയെപ്പോലെയാണെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും. നല്ല വസ്തുക്കളിലും പോയിരിക്കും, അടുത്ത നിമിഷം ഏറ്റവും വൃത്തികെട്ട വസ്തുവിലും പോയിരിക്കും. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് മനസ്സിനെ
നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് സമർപ്പിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അതാണ് ശ്രീശങ്കര ഭഗവത്പാദർ ശിവാനന്ദലഹരിയിൽ പറയുന്നു. സദാ മോഹാടവ്യഞ്ചരതി യുവതീനാം കുജഗിരൗ നടത്യാശാശാഖ സ്വടതി ചഴുതി സ്വൈരമഭിത കവാലിൻ ഭിക്ഷോ മേ ഹൃദയകവിമത്യന്തചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവ തവധീനം കുരു വിഭോ. ഭഗവാന് ആചാര്യസ്വാമികൾ ശ്രീപരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മനസ്സ് സദാ മോഹാടവ്യഞ്ചരതി, മോഹത്തെ ഉണ്ടാക്കുന്ന, തെറ്റായ ധാരണ കൊണ്ട് ആസക്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ വനത്തിൽ, വിഷയങ്ങളുടേതായിട്ടുള്ള വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒരു വിഷയമാണ് സ്ത്രീയുമായിട്ടുള്ള ആസക്തി. അതാണ് യുവതീനാങ്കുജഗുരു. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സൊരു കുരങ്ങാണ് ഭഗവാൻ എന്നാണ്. അല്ലയോ ശ്രീ മഹാദേവ, അങ്ങ് ഒരു കപാല മാലകളണിഞ്ഞ് ആനത്തോലെടുത്ത് ചുടലഭസ്മം പൂശി ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ഡമരുകയുമൊക്കെ ആയിട്ട് ഭിക്ഷാടനത്തിന് ഇറങ്ങുമ്പോൾ ഒരു കുരങ്ങും കൂടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങേക്ക് കൂടുതലായിട്ട് ഭിക്ഷ ലഭിക്കും. അതുകൊണ്ട് അങ്ങേക്കൊരു കുരങ്ങിനെ ഞാൻ തരാമെന്നാണ്. കപാലിൻ ഭിക്ഷോമേ ഹൃദയകവിം അത്യന്ത ചപലം. ആ കുരങ്ങാണെങ്കിൽ അത്യന്തം ചപലമാണ്, ഒരു തരത്തിലും എനിക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആചാര്യനായ ശ്രീശങ്കര ഭഗവത്പാദ ഇത് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കപാലിൻ ഭിക്ഷോമേ ഹൃദയകവിം അത്യന്ത ചപലം. ഈ ചപലനായ എൻ്റെ ഹൃദയമാകുന്ന കുരങ്ങിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് അതിനെ ബന്ധിച്ചുകൊണ്ട് പോകണമെന്നാണ്. ദൃഢം ഭക്ത്യാബിത്വ. ഈ കുരങ്ങിനെ ബന്ധിക്കാനുള്ള, പിടിച്ചു കെട്ടാനുള്ള ഒരു ചരട് ഞാൻ തരാം, എൻ്റെ ഭക്തിസൂത്രോപനദ്ധ എന്ന് ഭാഗവത്തിലൊരു പ്രയോഗമുണ്ട്. ഭക്തിസൂത്രം, ഭക്തിയാകുന്ന ചരട്. ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഈ കുരങ്ങിനെ, ഹൃദയമാകുന്ന കുരങ്ങിനെ ബന്ധിച്ചു കൊണ്ടുപോയാൽ അങ്ങേക്ക് കുരങ്ങൻ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ഭിക്ഷ കിട്ടും, എനിക്കാണെങ്കിൽ ശാന്തിയും ലഭിക്കും. എനിക്കിപ്പോൾ ശാന്തി ഇല്ല, ഹൃദയമാകുന്ന ചഞ്ചലനായ കുരങ്ങിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രാർത്ഥന. അപ്പോൾ ഇതുപോലെയാണ് മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. മനസ്തേ പാദാബ്ജോ നിവസതു. ഭഗവാനോട് തന്നെയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ എപ്പോഴും വസിക്കണമേ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ശിവനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാൻ ഏറ്റവും നല്ല കാര്യം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താനുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യണം എന്നാണ് ഉപദേശം. അങ്ങനെ ഉപദേശം ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. മനസ്സിനെ എങ്ങനെ അടക്കാം. സാധാരണഗതിയിൽ ഒരു വിധത്തിലും അടക്കാൻ സാധിക്കാത്തതാണ് മനസ്സിന്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ഒരു മാർഗം നാമജപമാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആത്മവിസ്മൃതിയോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സടങ്ങി നിൽക്കാത്തത്. ആത്മാവിനെ പറ്റി വിസ്മരിച്ചതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെട്ടവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. സ്വാമി രാമതീർത്ഥൻ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു വിശേഷ ദിവസം ഒരാൾ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ലഡു വിതരണം ചെയ്യുകയാണ്, മധുരപലഹാരം. എല്ലാവരും അത് വാങ്ങിച്ച് കഴിച്ചു കൊണ്ടുപോയി. അതിലൊരാൾ ചോദിച്ചു,
അങ്ങ് എന്താണ് ഈ ലഡു വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം? പുതിയതായിട്ട് ജോലി കിട്ടിയോ, അതോ കുട്ടി പിറന്നോ, അതോ ഭാഗ്യക്കുറി കിട്ടിയോ, പ്രൊമോഷൻ കിട്ടിയോ, എന്തെങ്കിലും സന്തോഷകരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം ലഡു വിതരണം, മധുരപലഹാരം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊന്നുമല്ല കാര്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാറ് വാങ്ങിച്ചു, വളരെ വില കൂടിയ ഒരു കാറ് വാങ്ങിച്ചു. ആ കാറ് എൻ്റെ വീട്ടിലെ ഷെഡിൽ ഇട്ടിരുന്നു. ഇന്നലെ രാത്രി ആ കാറ് മോഷണം പോയി. അതിനാണോ ലഡു വിതരണം? അതല്ല. മോഷണം പോയിട്ട് തിരിച്ച് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. അതല്ല എൻ്റെ സന്തോഷം. കള്ളൻ വന്ന് കാറ് മോഷ്ടിച്ചു കൊണ്ട് പോകുമ്പോൾ ആ കാറിനകത്ത് ഞാനില്ലായിരുന്നല്ലോ എന്നതിലാണ് സന്തോഷം. ഞാൻ ആ കാറിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എന്നെ നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്നാണ്. വളരെ വിചിത്രമായൊരു മറുപടിയായിട്ട് തോന്നി. യഥാർത്ഥത്തിൽ ഇതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും അവസ്ഥ. കാറിനകത്ത് ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉടമസ്ഥനായ ഞാൻ, എന്നെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നാണ്. ഇത് കഠോപനിഷത്തിലെ രഥസങ്കല്പത്തിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ളൊരു ചിത്രീകരണമാണ്. നമ്മുടെ ശരീരം ആകുന്ന രഥം, പണ്ട് രഥമായിരുന്നു, ഇപ്പോൾ കാറ്. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവിനെ വിസ്മൃതി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെടാൻ സാധ്യമല്ല, പക്ഷെ മറന്നുപോയത് കൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. സാധാരണ ഉദാഹരണം പറയാറുള്ളതുപോലെ കഴുത്തിൽ കിടക്കുന്ന മാല നമ്മൾ മറന്നുപോയത് കൊണ്ട് മാല കളഞ്ഞുപോയി എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ മൂക്കത്ത് വെച്ച കണ്ണട എവിടെയോ വെച്ചിട്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ മുഖത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വിസ്മൃതി കൊണ്ട്, ആത്മവിസ്മൃതി കൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്നർത്ഥം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മാനന്യധിനം വിത്തി ശരീരം രഥമേവതു ബുദ്ധിന്തു സാരഥിം വിത്തി മനഃപ്രഗ്രഹമേവജാം ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണാം. മനീഷികൾ പറയുന്നു എന്നാണ്. ആത്മാനം രഥിനം വിത്തി. ആത്മാവാണ് രഥി, രഥത്തിൻ്റെ ഉടമസ്ഥൻ. ഇവിടെ ഞാനാണ് കാറിൻ്റെ ഉടമസ്ഥൻ എന്ന് അർത്ഥമെടുക്കണം. ആത്മാനന്യധിനം വിത്തി ശരീരം രഥമേവതു. ഈ ശരീരമാണ് ആ രഥം. ബുദ്ധിന്ത് സാരഥിം വിത്തി. ബുദ്ധിയാണ് രഥത്തിനെ നയിക്കുന്ന സാരഥി. മനഃപ്രഗ്രഹമേവച. മനസ്സാണ് അതിനുള്ള കടിഞ്ഞ. ഇന്ദ്രിയാണി ഹയാനാഹു. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. വിഷയാസ്തേഷു ഗോചരൻ. വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ള മാർഗം. വിഷയാസ്തേഷു ഗോചരൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തൈക്താഹുർമനീഷിണ. നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുന്നത്, ജാഗ്രത അവസ്ഥയിൽ ഉണർന്നുകൊണ്ട് അനുഭവങ്ങളെ നേടുന്നത് ഈ ബുദ്ധിയാകുന്ന സാരഥിയുടെ നിയന്ത്രണത്തിൽ മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണെന്നർത്ഥം. അതുപോലെ നമ്മുടെ ശരീരം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആത്മാവിൻ്റേതാണ് ശരീരം. യഥാർത്ഥത്തിൽ ശരീരം ജഡവസ്തുവാണ്. പക്ഷെ അതിനെ ജീവസ്സുറ്റതാക്കി നിലനിർത്തുന്നതും നിയന്ത്രിക്കുന്നതും ആത്മാവാണ്. ആത്മാവ് ബുദ്ധിയാകുന്ന സാരഥിയിലൂടെ ശരീരമാകുന്ന രഥത്തെ വിഷയങ്ങളാകുന്ന കുതിരകളെ പായിച്ചുകൊണ്ട് മനസ്സാകുന്ന കടിഞ്ഞാട് കൊണ്ട് വിഷയങ്ങളെ നിയന്ത്രിച്ച് കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും ആത്മാവിനെ പറ്റി ഓർമ്മിക്കാറേയില്ല. പക്ഷേ ശരീരത്തെപ്പറ്റി നല്ല ബോധമുണ്ട്. എന്നും രാവിലെ മുതൽ ശരീരത്തെ നന്നായിട്ട് കുളിച്ച് വൃത്തിയാക്കി മിനുക്കി വാസനദ്രവ്യങ്ങളൊക്കെ പുരട്ടി
എവിടെയെങ്കിലും പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്രീം തേച്ച് മിനുക്കി, എന്തെങ്കിലും നിറവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, പെയിൻറ്റിന് നിറവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ചായം തേച്ച് കറുപ്പിച്ച് ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. വളരെയധികം സമയം ശരീരത്തെ പോഷിപ്പിക്കാനായിട്ടും ശരീരത്തെ നല്ല പോലെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഭംഗിയായിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാറ്റിനും മനസ്സിനും എല്ലാം ശക്തി നൽകുന്ന, ചൈതന്യം നൽകുന്ന ആത്മാവിനെ പറ്റി പലപ്പോഴും ഓർമ്മിക്കാറേയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ആത്മാവിനെ നഷ്ടപ്പെട്ടതുപോലെ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ നഷ്ടപ്പെട്ടതുപോലെ വിചാരിക്കുന്ന ആത്മാവിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് നമുക്ക് സജ്ജനസംഘം കൊണ്ട്, തത്വചിന്ത കൊണ്ട് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് സാധിക്കുന്നതാണ്. അത് യൗവനകാലത്തിൽ തന്നെ, ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഈ തത്വം വിചാരം ചെയ്ത് ഉറപ്പിച്ചില്ലെങ്കിൽ ഏതാണ്ട് വാർദ്ധക്യത്തോടടുക്കുമ്പോൾ, വാനപ്രസ്ഥത്തിൽ ഉള്ളവരാണല്ലോ ഇവിടെ കുറച്ച് പേരൊക്കെ. ഞാൻ എന്തായാലും ആ അവസ്ഥയാണ്. അപ്പോൾ ഈ വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യൗവനകാലത്തിലുള്ള അല്ലെങ്കിൽ മധ്യവയസ്സിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യമില്ല, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനശേഷി കുറയും, കണ്ണിൻ്റെ കാഴ്ച കുറയും, കാഴ്ചശക്തി കുറയും, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനും ഓർമ്മിച്ച് വയ്ക്കാനുമൊക്കെ ഉള്ള കഴിവ് കുറയും. ആ സമയത്ത് കൂടുതൽ മനസ്സ് പ്രബലമായിട്ട്, ചടുലമായിട്ട് ഓരോ ചിന്തകളെ ഉണ്ടാക്കും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തടത്തോളം, അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അനുവർത്തിക്കാത്തടത്തോളം മനസ്സ് കൂടുതൽ വിഷയങ്ങളെ, ചിന്തകളെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മിക്കവാറും വയസ്സാകുമ്പോൾ ഗതകാല സ്മരണകളാണ്. അതിലേറ്റവും ദുഃഖകരമായ ചിന്തകൾ, ദുഃഖാനുഭവങ്ങളാണ് ചിന്തയായിട്ട് വരുന്നത്. അപ്പോൾ ആ ചിന്ത മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കും. അത് ശരീരത്തിനെയും ബാധിക്കുമെന്നാണ്. ചിതാസമാജ്ഞേയ ചിന്താ വൈ ബിന്ദുനാധികം ചിതാദഹതി നിർജീവം ചിന്താദഹതി ജീവനം എന്നാണ് ഒരു സുഭാഷിതം. ചിത എന്നെഴുതുമ്പോൾ ഒരു കുനുപ്പിൻ്റെ കൂടുതലേ ഉള്ളൂ ചിന്തയ്ക്ക്. ചിത എന്നെഴുതുന്നതിനോട് ഒരു കുനുപ്പ് കൂടുതലിട്ടാൽ ചിന്തയായി. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ചിതാ സമാജ്ഞേയ, ചിന്താവൈ ബിന്ദുനധികം. പക്ഷേ അവ ചെയ്യുന്ന പ്രവൃത്തിയോ ചിതാദഹതി നിർജീവം ചിന്താദഹതി ജീവനം. ചിത ജഡവസ്തുക്കളെ ദഹിപ്പിക്കാനുള്ളതാണ്. ചിന്തയാകട്ടെ ജീവനുള്ളവരെ തന്നെ ദഹിപ്പിക്കും. ജീവനുള്ള ശരീരത്തെ തന്നെ നീറി ദഹിപ്പിച്ചുകൊണ്ടിരിക്കും ദുഃഖചിന്തകൾ. ഇതാണ് വാർദ്ധക്യകാലത്ത് കൂടുതലായിട്ടുണ്ടാകുന്നത്. കാരണം വാർദ്ധക്യകാലത്ത് ശാരീരികമായ പ്രവർത്തനങ്ങളൊന്നും അധികം ചെയ്യാനില്ല, പ്രത്യേകം കർത്തവ്യങ്ങളില്ല, ജോലികളൊന്നും, ഓഫീസ് ജോലിയൊന്നുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ മനസ്സ് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഒരുപാട് ദുഃഖചിന്തകളെ ഇങ്ങനെ പ്രേരിപ്പിച്ചിട്ട് കൂടുതൽ വിഷമിക്കാതെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം മനസ്സിന് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. ഒരാചാര്യം പറഞ്ഞു, ആനയെ ഇങ്ങനെ വഴിയെ കൊണ്ടുപോകുമ്പോൾ ഒരു പട്ട, അതായത് പനമ്പട്ടയോ തെങ്ങിൻ്റെ ഓലയോ മടലോ ഒക്കെ അതിന് വെച്ച് കൊടുക്കണം അതിൻ്റെ തുമ്പിക്കൈക്കിടയ്ക്ക്. അതിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആന നേരെ ആ ലക്ഷ്യത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഒന്നും കടിച്ചു പിടിക്കാനില്ലെങ്കിൽ എന്തു ചെയ്യും? സമീപത്തുള്ള എന്തെങ്കിലുമൊക്കെ കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഓരോ സാധനങ്ങളെടുത്ത് വലിച്ചെടുത്ത് നശിപ്പിക്കും. ഇതുപോലെയാണ് മനസ്സിന് ഒരു ചിന്താസരണി, നല്ല മാർഗത്തിലുള്ള ഒരു വിചാരസരണി നമ്മൾ വെച്ചു കൊടുത്തില്ലെങ്കിൽ അത് ദുഃഖചിന്തകളെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. വിചാരമാണ്, തത്വവിചാരമാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. ആ തത്വവിചാരം പെട്ടെന്ന് സാധ്യമല്ല. ആദ്യം തന്നെ ജീവിതത്തിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഉത്തമന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും ഈ ജീവിതത്തിൻ്റെ തത്വം എന്താണ്, നേരത്തെ സൂചിപ്പിച്ച
വദന്തി തത്വമിതം തത്വം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞല്ലോ. ആ തത്വം എന്താണ് എന്ന് അറിയാനായിട്ട് ശ്രമിക്കണം, അറിയണം. തത്വം 3 തരത്തിലാണ്. ജീവസ്യ തത്വം, ജഗതഃ തത്വം, ഈശ്വരസ്യ തത്വം. ഈ ജീവൻ ഞാൻ ആരാണ് എന്ന് സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പല വിശേഷണങ്ങൾ പറയാനുണ്ടാവും. അതൊന്നും സത്യമായിട്ടുള്ള വിശേഷണമല്ല. ഞാൻ ഇന്ന വ്യക്തിയാണ്, എൻ്റെ പേരിതാണ്, ഇന്ന കുടുംബത്തിലുള്ളതാണ്, ഇന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ഇത്രയൊക്കെ സമ്പത്തുണ്ട്, സമൂഹത്തിൽ ഇത്രയൊക്കെ പേരുണ്ട്, ഇങ്ങനെയൊക്കെ. അതൊന്നും സത്യമായ വസ്തുവല്ല. അതൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ ശരിയായ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദമാണ്. സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. ആചാര്യ ഭഗവത്പാദർ അങ്ങനെ പര്യടനം നടത്തുമ്പോൾ ഒരു ബാലനെ കണ്ടുമുട്ടിയതായിട്ടൊരു കഥയുണ്ടല്ലോ ശങ്കരാചാര്യരുടെ കഥയിൽ. ആ ബാലനിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്. 12 വയസ്സ് വരെ സംസാരിച്ചിട്ട് പോലുമില്ലാത്ത ഒരു ബാലനെ വൃദ്ധാചലത്തിൽ വെച്ചാണ് ആന്ധ്രാപ്രദേശിൽ അച്ഛനമ്മമാർ കൊണ്ടുവന്നു. ആചാര്യസ്വാമികളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഇവൻ ഇതുവരെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല, സംസാരിക്കാൻ കഴിവില്ല എന്ന് തോന്നുന്നു, അങ്ങ് ഇവനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ബാലനെ കൊണ്ടുവന്നു. 12 വയസ്സായ ബാലനെ നേരെ ശിരസിൽ കൈ വച്ചിട്ട് ആചാര്യസ്വാമികൾ ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? ആദ്യമായിട്ട് ആ ബാലൻ മറുപടി പറഞ്ഞു, സ നിത്യോപലബ്ധ സ്വരൂപോഹമാത്മാ, സ നിത്യോപലബ്ധ സ്വരൂപോഹമാത്മാ. നിത്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഞാൻ, സച്ചിദാനന്ദമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിയണം. അതാണ് ജീവൻ്റെ തത്വം. സച്ചിദാനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം 3 ചേർന്നതാണ് ഞാൻ. ആ ഈശ്വരൻ്റെ സ്വരൂപം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവുക. സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. പിന്നെ ജഗത്ത് എന്ന് പറഞ്ഞാൽ നിരന്തര പരിണാമിയായിട്ടുള്ള, ഉണ്ടാകുകയും നശിക്കുകയും, ജായതേ ഗച്ഛതി ഇത് ജഗത്തെന്ന് സാമാന്യമായിട്ട് പറയും. ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന, നിരന്തരം പരിണാമ വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. മറ്റ് വ്യക്തികളാകട്ടെ, നമ്മുടെ തന്നെ സ്വന്തം ശരീരമാകട്ടെ, അതും ജഗത്താണ്. അതാണ് ജഗത്തിൻ്റെ സ്വരൂപം. അപ്പോൾ നാം ഈ ജഗത്തുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് കർമ്മം ചെയ്യുന്നത് ജീവൻ. അപ്പോൾ ജീവൻ സച്ചിദാനന്ദമാണ്, ആത്മാവാണ്. അതാണ് എൻ്റെ സ്വരൂപം. ജഗത്ത് എന്ന് പറയുന്നത് നിരന്തര പരിണാമിയായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരം ഉൾപ്പെടെ ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളും ചേർന്നതാണ് ജഗത്ത്. ആ ജഗത്തുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. എൻ്റെ കർമ്മത്തിന് ഫലം തരുന്നതോ ഈശ്വരനാണ്. ആ ഈശ്വരൻ ഭരണശ്രേഷ്ഠൻ എന്നാണ് ഈശ്വരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ ഓരോ ജീവനെയും ജഗത്തിനെയും അവ തമ്മിലുള്ള കർമ്മത്തെയും നിയന്ത്രിക്കുന്ന ആ ശക്തിയെയാണ് നാം ആത്യന്തികമായിട്ട് അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്. എന്ന ആ പരമമായ തത്വം അറിഞ്ഞാൽ, ആ തത്വം അറിഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശാരീരികമായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത സമയത്ത്, പ്രത്യേകിച്ചും വാനപ്രസ്ഥ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം ഉറയ്ക്കണം. ലക്ഷ്യബോധം നേരത്തെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും വ്യർത്ഥമായിട്ട് കളയാതെ ഈ തത്വത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതനുസരിച്ച്, ഗുരു ഉപദേശമനുസരിച്ച് അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. ആചാര്യസ്വാമികൾ ശിവാനന്ദഗിരി പറയും, കഞ്ചിത് കാലമുമാമഹേശഭവതപാദാരവിന്ദർച്ചനൈ കഞ്ചിൽ ധ്യാനസമാധിവിച്ച നദിവി കഞ്ചിൽ കഥാകർണനൈ കഞ്ചിൽ കഞ്ചിദപേക്ഷണൈച്ച നുതുവി കഞ്ചിത് ദശാമീദൃശീം യപ്രാപ്നോതി മുദാ തുതർപ്പിതമന ജീവൻ സ മുക്ത ഖലു. ആ ജീവൻ മുക്തനാണ് എന്നാണ്.
സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനാകാൻ അർഹതയുള്ളവനാണ്. എങ്ങനെയാണെങ്കിൽ കഞ്ചിത് കാലം ഉമാമഹേശ ഭവത പാദാരവിന്ദാർച്ചനൈ, പ്രഭാതത്തിൽ എഴുന്നേറ്റാലുടനെ ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ പുഷ്പം അർച്ചിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ പുഷ്പം അർച്ചിക്കുക. കഞ്ചിൽ കാലമുമാമഹേശ്വത പാദാരവിന്ദർച്ചന, കഞ്ചിൽ ധ്യാനം. പിന്നെ കുറച്ച് നേരം ഭഗവാനെ ധ്യാനിക്കുക. ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? പ്രഭാതത്തിൽ ഉണർന്നാലുടനെ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലുടനെ നമ്മളെ ശരീരത്തിലേക്കല്ല ഉണരേണ്ടത്, ആത്മാവിലേക്ക് ഉണരണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിന്തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തം അവൈത് നിത്യം തദ് ബ്രഹ്മ നിഷ്കളമഹം നച ഭൂതസംഘ. ഞാൻ ആ ബ്രഹ്മമാണ്, ഈ പഞ്ചഭൂത ആത്മകമായ ശരീരമല്ല എന്നുള്ള ആ ഒരു ബോധം ഉറപ്പിച്ചുകൊണ്ട് ഗാഠസുഷുപ്തിയിൽ എവിടെയായിരുന്നു എന്നൊന്ന് ധ്യാനിക്കണം എന്നാണ്. ഉറക്കമുണർന്നാൽ ആദ്യമേ തന്നെ സംസ്ഫുരിതാത്മതത്വം എന്നാണ്. സംസ്ഫുരണം എന്താണ്? ഈ ഇതുവരെ ഗാഠസുഷുപ്തിയിലായിരുന്ന ഈ ജീവാത്മാവ് ഉണരുമ്പോൾ, ആ പരമാത്മാവിലേക്ക് ഉണരുമ്പോൾ ഒരു സ്ഫുരണമുണ്ടാകുന്നു എന്നാണ്. ജ്ഞാനസ്ഫുരണം. ഉദാഹരണമായിട്ട് ഒരു വൈദ്യുതി ശക്തിയുള്ള ഒരു കമ്പി അതുപോലെയുള്ള വേറൊരു കമ്പിയുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്ഫുരണം പോലെ ജീവാത്മാവ് പരമാത്മാവുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ, അതാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ്. ഉണർന്ന ഉടനെ കഞ്ചിൽ പ്രാതസ്മരാമി ഹൃദി തത്വരതാത്മതത്വം, ആ ആത്മതത്വത്തെ ധ്യാനിക്കണം എന്നാണ്. ആത്മതത്വത്തെ ധ്യാനിക്കാൻ നമുക്ക് വ്യക്തമായ രൂപമില്ല. ആത്മാവിൻ്റെ രൂപമില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ രൂപത്തെ ധ്യാനിക്കണം. അതാണ് കഞ്ചിൽ ധ്യാന സമാധിപിച്ച നുതുഭി. അതുപോലെ അങ്ങനെ ഭഗവാന്റെ സ്തുതികൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക. കഞ്ചിത് അവേക്ഷണിച്ച ആ രൂപത്തെ ദർശിക്കുക. ഭഗവാന്റെ സ്വരൂപം വിഗ്രഹത്തിലോ ചിത്രത്തിലോ ആ ഇഷ്ടദേവതയുടെ രൂപം ദർശിച്ച് അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കി അനുഭവിക്കാം. കഞ്ചിൽ അപേക്ഷണയിച്ച നുതുവി കഞ്ചിത് ദശാം ഈദൃശീം യ പ്രാപ്നോതി മുദാ. സന്തോഷത്തോടുകൂടി, ഒരു കൃത്രിമമായിട്ടല്ല, അതിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ തരത്തിൽ അനുഷ്ഠാനം ചെയ്യുന്നയാൾ മുക്തിക്ക് അർഹനാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ, സുഖപ്രദമാക്കാൻ ഉള്ള ഒരു അനുഷ്ഠാനം ഏത് പ്രായത്തിലും ചെയ്യാം, ഏത് പ്രായത്തിലും ചെയ്യണം. വാർദ്ധക്യത്തോടടുക്കുമ്പോൾ ആണിതിന് പ്രധാനമായിട്ടുള്ള പ്രസക്തിയുള്ളത്. അങ്ങനെ ആയാൽ ജീവിതം ആനന്ദപ്രദമാകും. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോഹരി. നിത്യോത്സവം ഭവത്യേഷാം, അങ്ങനെയുള്ള അവർക്ക് നിത്യോത്സവം ഭവതി. യേഷാം തേഷാം നിത്യോത്ഭവം ഭവതി. നിത്യശ്രീ നിത്യമംഗളം, എപ്പോഴും മംഗളപ്രദമായിട്ടുള്ള ജീവിതം, പരമമായ ശാന്തി അനുഭവിക്കാം. യേഷാം ഹൃദിസ്ഥോ, ആരുടെ ഹൃദയത്തിലാണോ മംഗളായതനോ ഹരി, ആ ഭഗവാൻ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനായിട്ട് മംഗളം തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത്, അയാൾ ആ പരമമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പ്രാരബ്ധം അവസാനിക്കുന്നത് വരെ ജീവിതത്തിൽ വർത്തിക്കാൻ സാധിക്കും. ഇതാണ് നാം ശീലിക്കേണ്ടത്. അതിനാദ്യമായിട്ട് വേണ്ടത് സജ്ജനസംഘമാണ്. സജ്ജനസംഘം കൊണ്ട് മാത്രമേ ഈ ഒരു തത്വത്തിലേക്ക് നമുക്ക് ശ്രദ്ധ വരികയുള്ളൂ എന്ന് പറയുകയാണ്. അതാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഹരി ഓം.